ഇസ്രായേലിന്റെ ഇന്റർനാഷണൽ എയർപോർട്ടായ ബെൻഗൂരിയൻ എയർപോർട്ട് യമൻ ആക്രമിച്ചു. അമേരിക്കയും ഇസ്രായേലും ഞെട്ടിച്ചിരിക്കുന്ന ഒരു ആക്രമണ പരമ്പര തന്നെയാണ് യമന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടായിരിക്കുന്നത്. മൂന്നാമത്തെ തവണയാണ് ബെൻഗൂരിയൻ എയർപോർട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് യമന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാവുന്നത്. ആദ്യത്തെ തവണത്തെ ആക്രമണത്തിൽ വലിയ വിഷയങ്ങളൊന്നും ഇല്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സമയത്ത് തന്നെ ഇസ്രായേലിന്റെ പത്രങ്ങളും മീഡിയകളും എയർപോർട്ടിന്റെ ഭാഗങ്ങൾ തകർന്നതായും കേടുപിടിച്ചതായും തീ പിടിച്ചതായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. രണ്ടാമത്തെ ആക്രമണം ഉണ്ടാകുന്നത് UN സഭയുടെ മീറ്റിംഗ് കഴിഞ്ഞ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ബെൻഗൂരിയൻ എയർപോർട്ടിലാണ് ഇറങ്ങിയത്. അതിനോടനുബന്ധിച്ച് തൊട്ട് മുൻപാണ് ആക്രമണം ഉണ്ടാകുന്നത്. വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കുന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സാധാരണഗതിയിൽ ഇസ്രായേൽ അത് നിഷേധിക്കാറാണുള്ളത്. ഈ പ്രാവശ്യം ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ആക്രമണ പരമ്പര തന്നെ ഇന്റർനാഷണൽ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് യമന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പറയുന്ന കാര്യം ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്യം കാണുന്ന തരത്തിലുള്ള ആക്രമണ പരമ്പരകൾ യമൻ നടത്തിയിരിക്കുന്നു എന്നാണ്. 2-3 ദിവസം മുമ്പാണ് അമേരിക്കയുടെ കപ്പലിന് നേരെ യമൻ ആക്രമണം നടത്തിയത്. അതിന്റെ തുടർച്ചയായ രീതിയിൽ ഇസ്രായേലിലേക്കും ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന ഇസ്രായേലിനും അമേരിക്കക്കുമെതിരെ ഒറ്റക്ക് 2 ദിവസത്തിനിടയിൽ ആക്രമണം നടത്തിയ ഒരു വലിയ ക്രെഡിറ്റ് കൂടി യഥാർത്ഥത്തിൽ യമന് വന്നു ചേർന്നിരിക്കുകയാണ്. രണ്ടിടത്തും വലിയ അമേരിക്കന്റെ കപ്പലിനെ സംബന്ധിച്ചിടത്തോളം അക്രമ ഭീഷണി ഭയന്നുകൊണ്ട് കപ്പലിന്റെ മേഖല തന്നെ മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. 1300 കിലോമീറ്റർ വൈദൂരത്തേക്ക് ഈ പറയപ്പെട്ട കപ്പൽ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ബെൻഗൂരിയൻ എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ആളുകൾ ഇറങ്ങുന്നത് ഈ എയർപോർട്ടിലാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ ആളുകൾ ഇറങ്ങുന്നതും കയറുന്നതുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ പ്രതിസന്ധിയിലായി. താൽക്കാലത്തേക്ക് എയർപോർട്ട് അടച്ചിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു. ഏത് തരത്തിലാണ് ഈ അക്രമം ഉണ്ടായത് എന്നതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പ്രത്യേകമായ സമിതിയെ ഇസ്രായേൽ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആകാശത്ത് വെച്ച് മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധിച്ചു എന്ന് ഇസ്രായേൽ പറയുന്നു. എന്ന് വെച്ചാൽ അക്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ സമ്മതിക്കുകയാണ്. ഈ അക്രമത്തിന്റെ ഈ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പ്രതിരോധിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പറയുകയാണെങ്കിലും വലിയ സമയമെടുത്തുകൊണ്ടുള്ള സൈറൺ മുഴങ്ങുന്നത് കേൾക്കാൻ വേണ്ടി സാധിച്ചു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യയും അതോടൊപ്പം തന്നെ ടൈംസ് ഓഫ് ഇസ്രായേലും റിപ്പോർട്ട് ചെയ്യുന്നു. രണ്ടുപേരുടെ റിപ്പോർട്ട് ഏറെക്കുറെ സാമ്യമായിട്ടാണ് തോന്നുന്നത്. സൈറൺ മുഴങ്ങുന്നു. സൈറൺ മുഴങ്ങിയെന്ന് മാത്രമല്ല, ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബങ്കറിലേക്ക് ഓടിക്കയറുന്ന രീതിയിലുള്ള രംഗങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിച്ചു. പല ആളുകളും ഏറ്റുമുട്ടൽ പോലെയുള്ള സംവിധാനത്തിലേക്ക് എത്തുന്നു, ഈ കാലിടറി വീഴുന്നു, വലിയ രീതിയിൽ പരിക്കേറ്റിരിക്കുന്ന റിപ്പോർട്ടും അങ്ങനെ തന്നെ പുറത്തു വരുന്നു. ആകാശത്ത് വെച്ച് തകർത്തു എന്ന് പറയുന്ന ഇതേ മിസൈൽ തന്നെ ഭൂമിയിൽ പതിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ഇതിനെ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഉദ്ധരിക്കുന്നത്. സംഗതി ഇസ്രായേൽ പറയുന്നത് പ്രതിരോധം തീർത്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിലും ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി യമന്റെ മിസൈലുകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ്. ഫലസ്തീൻ 2 എന്ന് പറയുന്ന മിസൈലാണ് ഇതിനെ ഉപയോഗിച്ചതെന്ന് പറയുന്നത്. ബാലിസ്റ്റിക് മിസൈലും ഹൈപ്പർസോണിക് മിസൈലും ഉപയോഗിച്ചതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ യമന്റെ ഭാഗത്തുനിന്നോ എത്രത്തോളം ഈ രാജ്യത്തേക്ക് അറിയിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നോ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. പകരം അവർ പറയുന്ന കാര്യം, യമൻ പറയുന്നത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് തങ്ങൾക്ക് അതിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അയൺ ഡോം സംവിധാനത്തെ അതിജീവിക്കാൻ വേണ്ടി കരുത്തുള്ള രീതിയിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തികളൊക്കെ തങ്ങൾ ഉണ്ടാക്കിയത്. തങ്ങളെന്ന് പറഞ്ഞാൽ അത് ഇറാനാണ് എനിക്ക് ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത്. ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആകാശത്ത് വെച്ച് തന്നെ തകർത്തു, അതിന്റെ കഷ്ണങ്ങൾ ചെതറി ഭൂമിയിലേക്ക് വീണു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആളുകൾ എന്തിനാണ് ഓടുന്നത്, പരക്കം പായുന്നത്? അവർക്കൊക്കെ പരിക്ക് പറ്റാനുള്ള കാരണം എന്താണ്? താൽക്കാലത്തേക്ക് ബെൻഗൂരിയൻ എയർപോർട്ടിന്റെ ചില ടെർമിനൽ അടിച്ചു എന്ന് പറഞ്ഞു. എയർപോർട്ട് അടിച്ചു എന്ന് റിപ്പോർട്ട് കാണാൻ പറ്റും. എന്നാൽ ചില ടെർമിനലാണ് അടിച്ചത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഏതായിരുന്നാലും ഭയവിഹ്വലരായിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഇസ്രായേൽ വന്നു കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത് ഫലസ്തീന്റെ
ഫലസ്തീന് നേരെ ഇസ്രായേൽ രണ്ടാം ഘട്ടം ആക്രമണം നടത്തിയതോടനുബന്ധിച്ചാണ് ഈ ഇസ്രായേലിന് നേരെ യമന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകുന്നത്. ഇതിനു മുൻപ് തന്നെ ഇത് യമൻ പറഞ്ഞു വെച്ചതാണ്. രണ്ടാം ഘട്ട കരാർ വ്യവസ്ഥ അംഗീകരിക്കാതിരിക്കുകയും ഒന്നാം ഘട്ട കരാർ വ്യവസ്ഥ ലംഘിക്കുകയും ചെയ്യുന്ന സമയത്ത് തങ്ങൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തും എന്ന് യമൻ ഇതിനു മുൻപ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് അതിനെ ഇല്ലാതാക്കാനുള്ള ഒരു പ്രതിരോധം ഉണ്ടാക്കിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ചെങ്കടലിൽ നിന്ന് യമന് നേരെ ആക്രമണം നടത്തിയതിലൂടെ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താൻ പാടില്ല. പാടില്ലാത്തത് കൊണ്ട് ആ പ്രവൃത്തികൾ അവരുടെ ശക്തി മേഖല തകർക്കാനുള്ള ശ്രമങ്ങൾ തങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് നേരിട്ടുള്ള ഒരു യുദ്ധമാണ് യമന് നേരെ അമേരിക്ക നടത്തിയത്. ഇതിനെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. അവരുദ്ദേശിച്ച തരം എന്ന് പറഞ്ഞാൽ യമനിൽ നിന്ന് ഇസ്രായേലിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന സർവ്വ സൈനിക വിഭാഗത്തെയും തുടച്ചു നീക്കുക. അവരൊരിക്കലും ഉറക്കെ സംസാരിക്കാൻ പറ്റാത്ത വിധം നാമാവശേഷമാക്കുന്ന പ്രവൃത്തി തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുന്ന ഇതിന് മുൻപ് തന്നെ അമേരിക്ക പറഞ്ഞതാണ്. ലെബനാനിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ എങ്ങനെയാണോ ഇസ്രായേൽ ഇല്ലാതാക്കിയത് സമാനമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരുത്തുക എന്നുള്ളതായിരുന്നു അമേരിക്ക ലക്ഷ്യമാക്കിയിരുന്നത്. എന്നാൽ ലക്ഷ്യം പാളിപ്പോവുകയും സാധാരണക്കാർ മാത്രം മരണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ യമന്റെ ഭാഗത്തുനിന്ന് അമേരിക്കക്ക് നേരെ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തി. ഈ കപ്പലിന് നേരെ നടത്തിയ ആക്രമണം എന്ന് പറഞ്ഞാൽ 4 തവണ ആക്രമണം 4 സമയങ്ങളിലായിട്ട് നടത്തുകയും ഈ കപ്പലിന്റെ ചില ഭാഗങ്ങൾക്കും വിമാനത്തിനും തീപിടിക്കുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു. തങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയാന്നല്ലാതെ യഥാർത്ഥത്തിൽ ആ കപ്പലിൽ നിന്ന് പിന്നീട് യമന് നേരെ ആക്രമണം നടത്താൻ വേണ്ടി അമേരിക്കക്ക് സാധിച്ചിട്ടില്ല എന്ന് അമേരിക്ക തന്നെ സ്ഥിരീകരിക്കുന്നു. ഇതാണ് കാരണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ചില സാങ്കേതിക കാരണത്താൽ തങ്ങൾ ഇപ്പോൾ ഈ യമന് നേരെ ആക്രമണം നടത്തുന്നില്ല എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 1300 കിലോമീറ്റർ വൈദൂരത്തിലേക്ക് പിന്മാറിയിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അത് അമേരിക്ക തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ ലെബനാനെ പോലെ തന്നെ യമനെ ആക്കിക്കൊണ്ട് വലിയ ആധിപത്യമുണ്ടാക്കി ആ മേഖല തകർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ആരംഭമായിരുന്നു അമേരിക്ക നടത്തിയിരുന്നത്. അത് ഇസ്രായേലിനെ സ്വതന്ത്രമാക്കാനും ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാക്കുന്ന പ്രവർത്തികൾ ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ വളരെ ശക്തമായ രീതിയിൽ ഫലസ്തീന് പിന്തുണ നൽകിക്കൊണ്ട് യുദ്ധമുഖത്ത് സജീവമായിരിക്കുന്ന ഒരേ ഒരു വിഭാഗം യമൻ മാത്രമേ ഉള്ളൂ. ഈ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നതിനാൽ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അക്രമമോ വിഷയകാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. സിറിയയെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ നിന്ന് യാതൊരു അക്രമം ഇല്ലാത്ത വിധം ആ രാജ്യം തന്നെ തകർന്നു പോയിരിക്കുന്നു. പുതിയൊരു സംവിധാനവും പുതിയൊരു രൂപമില്ലാത്തൊരു സർക്കാരുമാണ് അവിടെ ഭരിക്കുന്നത് എന്നതിനാൽ അവിടുന്ന് അക്രമം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല സിറിയയുടെ പല മേഖലകളും കീഴടക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ തുടരുകയും പല പ്രദേശങ്ങളും അവിടെ കൈവശത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ യമന്റെ ആക്രമണം ഉണ്ടായതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ കെട്ടിപ്പൊക്കിയിരിക്കുന്ന എല്ലാ അഭിമാനവും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അപ്പോൾ ഈ സിറിയക്ക് ഈ ഗാസക്ക് നേരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തും പുറത്തു വരുന്നു. അതിന്റെ കാര്യം കരാർ ലംഘനം ഹമാസ് നടത്തിയത് കൊണ്ടാണ് തങ്ങൾ ആക്രമിച്ചത് എന്ന തരത്തിലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കരാർ വ്യവസ്ഥയൊന്നും ഇല്ലാത്ത രീതിയിൽ മുഴുവൻ ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും കാര്യകാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയമൊന്നും യഥാർത്ഥത്തിൽ ഇസ്രായേൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രത്യേകമായിരിക്കുന്ന താല്പര്യമുള്ള വിഷയമൊന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഇല്ലാതാവണം, അവിടുന്ന് പ്രതിരോധം ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല, ഇസ്രായേലിൽ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസ്ഥകൾ ഉണ്ടാവണം, ഇങ്ങനത്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഏറെക്കുറെ ഹമാസിന്റെ ശക്തി ക്ഷയിച്ചിട്ടുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അതിശക്തമായിരിക്കുന്ന ഒരു അക്രമത്തോടു കൂടി അവർ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇസ്രായേൽ നടത്തി. അതുകൊണ്ടാണ് 100ഓളം വിമാനങ്ങൾ പങ്കെടുത്തു എന്ന് പറയുന്നത്. ചിലതിലൊക്കെ ഡസൻ കണക്കിന് എന്നാണ് പരാമർശിക്കുന്നത്. ഏതാണ്ട് അത്തരം വിമാനങ്ങൾ പങ്കെടുത്തുകൊണ്ട് ശക്തമായിരിക്കും അക്രമം ഗസയുടെ സർവ്വ മേഖലയിലും അവർ നടത്തിയിട്ടുണ്ട്. 400 ചില്ലാൻ ആളുകൾ മരണപ്പെട്ട പേരാണ് പുറത്തു വന്നത്. 500ലേക്ക് എത്താനുള്ള സാധ്യതകളും വിലയിരുത്തുന്നു. 600ഓളം ആളുകൾക്ക് പരിക്കേറ്റ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ചില ആളുകളുടെയൊക്കെ നില ഗുരുതരമാണ്. ആശുപത്രി ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് മരുന്നിന് ക്ഷാമവും ഡോക്ടർമാരുടെ ക്ഷാമവും ഒക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതും ഭക്ഷണ ദൗർലഭ്യം പോലും അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അതിൻ്റെ എല്ലാം ഇടയിലാണ് യമന്റെ ഭാഗത്തുനിന്ന്
ഇസ്രായേലിന്റെ തന്ത്രപ്രധാന എയർപോർട്ടിന് നേരെ ആക്രമണം നടത്തുന്നത്. അതിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ, അയൺ ഡോം എന്ന പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർത്ത് തരിപ്പണാക്കിക്കൊണ്ട് ലക്ഷ്യം കാണുന്ന രീതിയിലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് മറ്റു മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തതോടുകൂടി അതില്ല എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഇസ്രായേലിനുണ്ടായി. ഇസ്രായേൽ ഏറെക്കുറെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, ചില മിസൈലുകളൊക്കെ ശത്രുഭാഗത്തു നിന്ന് വരികയും തങ്ങൾ ആകാശത്ത് വെച്ച് തകർക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലാണ്. എന്നാൽ ഭൂമിയിൽ പതിച്ചതിന്റെ ഈ ചില വീഡിയോകളും റിപ്പോർട്ടുകളും ചിത്രങ്ങളും ഒക്കെ പുറത്ത് വിടുകയും ചെയ്തിട്ടുണ്ട്. അത് ഔദ്യോഗികമായിട്ടില്ല, അനൗദ്യോഗികപരമായിട്ടാണ്. ഏത് ഭാഗത്തു നിന്ന് എങ്ങനെ വന്നു എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴും പൂർണ്ണമായിട്ട് പുറത്തു വന്നിട്ടില്ല. ഏതായിരുന്നാലും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി രാജ്യങ്ങൾക്കെതിരെ ഒരേ സമയത്ത് യമൻ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും ഇതിൽ ഏറ്റവും വലിയ ഭയപ്പാടുള്ളത് ഇസ്രായേലിനാണ് എന്നും ഏറെക്കുറെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതിന് പ്രത്യേകമായിരിക്കുന്ന പറയാനുള്ള കാരണം വൈദൂരത്തിൽ നിന്ന് രാജ്യങ്ങൾ കടന്നുകൊണ്ടുള്ള അക്രമമാണ് ഈ ഇസ്രായേലിന് നേരെ നടത്തുന്നത്. 2000 കിലോമീറ്റർ എങ്കിലും വൈദൂരം കണക്കാക്കുന്നു. അവിടെ നിന്നുള്ള അക്രമത്തെ പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത വിധം ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ മധ്യഘട്ടമാണ് ഇപ്പൊ കഴിഞ്ഞു പോകുന്നത് എന്നാണ് സ്ഥിരീകരണം.